ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴവും നല്ല ആഹാരമാണോ? ശരിക്കും പുട്ടെന്ന് പറയുമ്പോൾ അതൊരു കാർബോഹൈഡ്രേറ്റ്സ് ആണ്, പഴവും കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ചില ആൾക്കാർ ഇതിനൂടെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കഴിക്കും. ഞാൻ ചെറുപ്പത്തിൽ ഒത്തിരി നാൾ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആഹാരമാണ് പുട്ടും പഴവും പഞ്ചസാരയും. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ധാരാളം പഞ്ചസാരയാണ് കിട്ടുന്നത്. അതായത് പുട്ടും കാർബോഹൈഡ്രേറ്റ്സ് ആണ്, പഴവും കാർബോഹൈഡ്രേറ്റ് ആണ്, പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റ് ആണ്. എല്ലാം കൂടെ കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വളരെ പെട്ടെന്ന് നമ്മുടെ സ്പൈക്ക് ഉണ്ടാവും. ഷുഗറിൻ്റെ സ്പൈക്ക് വളരെ കുത്തനെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടുള്ള പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനും നമുക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇൻസുലിൻ തികയാതെ വരും. ഇത്രയും വലിയ സ്പൈക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതാവും. ഒത്തിരി നാൾ അങ്ങനെ കഴിക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്നത്. വല്ലപ്പോഴും കഴിക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ മുതിർന്ന വ്യക്തികളൊക്കെ ഏറ്റവും നല്ലത് പുട്ടിനോടൊപ്പം പ്രോട്ടീൻ അടങ്ങിയ കാര്യം, പുട്ടിനോടൊപ്പം ചിക്കൻ കഴിക്കാം, പുട്ടിനോടൊപ്പം കടലക്കറി കഴിക്കാം, പുട്ടിനോടൊപ്പം മുട്ട കഴിക്കാം. അതൊക്കെ നല്ലതാണ്. പ്രോട്ടീനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിശപ്പുണ്ടാകും.